1944 ഓഗസ്റ്റ് 27. ഈശോ പറയുന്നു, എൻ്റെ കൊച്ചു സ്നേഹിതേ, എഴുന്നേൽക്കൂ, വേഗമാകട്ടെ. മേരിയുടെ കന്യാത്വത്തെക്കുറിച്ച് സ്വർഗീയമായ ധ്യാന അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അനുഭവത്തിൽ നിന്നും നീ പുറത്തു വരാൻ പോകുന്നത് ജഡത്തെക്കുറിച്ചുള്ള അവബോധം കൂടാതെ പിതാവ് നിന്നെ സൃഷ്ടിച്ച ഒരു കൊച്ചു ഹവ്വയെ സൃഷ്ടിച്ച നിമിഷത്തിൽ ഉണ്ടായിരുന്ന അതേ ഉന്മേഷത്തോടെയായിരിക്കും. നിന്റെ ആത്മാവ് നിറയെ പ്രകാശവുമായി നീ ഉയർന്നു വരും. കാരണം ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ കരവേലയിലേക്ക് നീ പാഞ്ഞു കയറുകയായിരിക്കും ചെയ്യുക. നിന്റെ വ്യക്തിത്വം മുഴുവൻ സ്നേഹത്തിൽ നിറഞ്ഞു കുതിർന്നായിരിക്കും നീ ഉയർന്നു വരുന്നത്. കാരണം ദൈവത്തിന് എത്ര അധികമായി സ്നേഹിക്കാൻ കഴിയും എന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അമലയായ മേരിയുടെ ഉത്ഭവത്തെപ്പറ്റി പറയുക എന്നത് സ്വർഗത്തെയും പ്രകാശത്തെയും സ്നേഹത്തെയും തുളച്ചു കയറുക എന്നാണ്. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അവളുടെ മഹത്വം വന്ന് വായിക്കൂ. ദൈവത്തിൻ്റെ കരവേലകളുടെ ആരംഭത്തിൽ തന്നെ ഞാനുണ്ടായിരുന്നു. ആദ്യം മുതൽ സൃഷ്ടികർമ്മത്തിന് മുൻപ് തന്നെ ഞാനുണ്ടായിരുന്നു. അനാദി മുതലേ ഞാനുണ്ടായിരുന്നു. എന്നെ രൂപപ്പെടുത്തിയിരുന്നു. ഭൂമി ഉണ്ടാകുന്നതിന് മുൻപ്, ആഴങ്ങൾ ഉത്ഭവിക്കുന്നതിന് മുൻപ് ഞാനുണ്ടായിരുന്നു. ഞാൻ ജന്മത്തിലേക്ക് വന്നപ്പോൾ അരുവികൾ ജലം പുറപ്പെടുത്തിയിരുന്നില്ല. പർവ്വതങ്ങൾ അവയുടെ ബൃഹത്തായ ഉടലോടുകൂടി ഉയർന്നു വന്നിട്ടില്ല. കുന്നുകൾ സൂര്യപ്രകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങളായിരുന്നില്ല. ദൈവം ഭൂമിയെ ഉരുവാക്കിയില്ല. നദികളെയോ ഭൂമിയിലെ അടിസ്ഥാനങ്ങളെയോ ഉണ്ടാക്കിയില്ല. എന്നാൽ ഞാനുണ്ടായിരുന്നു. ദൈവം ആകാശങ്ങളെ ഒരുക്കിയപ്പോൾ ഞാനുണ്ടായിരുന്നു. മാറ്റമില്ലാത്ത നിയമങ്ങളാൽ അഗാധങ്ങളെ ഉപരിതലങ്ങളുടെ കീഴിൽ അടച്ചപ്പോൾ, ആകാശത്തെ ഉറപ്പിച്ചു നിർത്തിയപ്പോൾ, വെള്ളത്തിൻ്റെ ഉറവകളെ അവിടെ താങ്ങി നിർത്തിയപ്പോൾ, സമുദ്രത്തിന് അവിടുന്ന് അതിർത്തി നിശ്ചയിച്ച് ജലത്തിന് അതിൻ്റെ നിയമങ്ങൾ കൊടുത്തപ്പോൾ, കരയെ ആക്രമിക്കാതിരിക്കുവാൻ ജലത്തിന് ആജ്ഞ നൽകിയപ്പോൾ, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ പാകിയപ്പോൾ, ഞാനെല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷത്തോടുകൂടെ എപ്പോഴും ഞാൻ കളിച്ചുകൊണ്ടിരുന്നു. ഈ പ്രപഞ്ചത്തിൽ ഞാൻ കളിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ഈ വാക്കുകൾ ജ്ഞാനത്തെക്കുറിച്ചാണെന്ന് കരുതുന്നു. എന്നാൽ ഇവ അവളെക്കുറിച്ചാണ് പറയുന്നത്. സുന്ദരിയായ അമ്മ, പരിശുദ്ധയായ അമ്മ, ജ്ഞാനം തന്നെയായ അമ്മ, കന്യകയായ എൻ്റെ അമ്മ, ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്ന എൻ്റെ അമ്മ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകത്തിൽ ഈ ഗീതത്തിൻ്റെ ആദ്യ വരി എഴുതണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് അവളെക്കുറിച്ച് ധ്യാനിക്കുന്നതിനും ദൈവത്തിൻ്റെ ആനന്ദവും ആശ്വാസവും അറിയപ്പെടുന്നതിനും വേണ്ടിയാണ്. ഏകവും തൃത്വവുമായ ദൈവത്തിൻ്റെ നിരന്തരവും പൂർണ്ണവും അഗാധവുമായ ആനന്ദത്തിൻ്റെ കാരണം ഇവൾ തന്നെ. ദൈവം മനുഷ്യനെ ഭരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യനിൽ നിന്നും ലഭിക്കുന്നത് ദുഃഖിക്കുന്നതിനുള്ള അനേകം കാരണങ്ങളാണ്. ആദ്യത്തെ പരീക്ഷണത്തിൽ മനുഷ്യവംശം തന്നെ നാശത്തിന് അർഹമായിരുന്നിട്ടും പാപപ്രവൃത്തി ലഭിച്ചതിൻ്റെയും മനുഷ്യവംശത്തെ നിലനിർത്തുന്നതിൻ്റെയും കാരണം ഇവൾ തന്നെ. തന്നെ സ്നേഹിക്കുന്ന മേരി ഉണ്ടായിരിക്കുവാൻ തന്നെ. അവൾക്ക് വേണ്ടി മനുഷ്യനെ സൃഷ്ടിക്കുവാനും അവനെ നിലനിർത്തുവാനും പാപപ്രവൃത്തി കൽപ്പിക്കുവാനും തക്കവണ്ണം അവൾ അത്ര വിലപ്പെട്ടവളാണ്. മനോഹരിയായ കന്യക, പരിശുദ്ധയായ കന്യക, അമലയായ കന്യക, സ്നേഹിക്കുന്ന കന്യക, പ്രിയങ്കരിയായ പുത്രി, ഏറ്റവും നിർമ്മലയായ അമ്മ, സ്നേഹമുള്ള മണവാട്ടി. ദൈവം നിങ്ങൾക്ക് എത്രയധികം തന്നു! ഇതിലും കൂടുതലും തരുമായിരുന്നു. തൻ്റെ ആനന്ദവിഷയമായ ഈ സൃഷ്ടിക്ക് വേണ്ടി. തൻ്റെ സൂര്യൻ്റെ സൂര്യൻ, തൻ്റെ പൂവാടിയിലെ പുഷ്പം, ഇവളെ സ്വന്തമാക്കേണ്ടതിന് അവൻ തുടർന്നും നിങ്ങൾക്ക് ധാരാളം നൽകുന്നു. അവൾ നിമിത്തം അവളുടെ ആനന്ദം ദൈവത്തിൻ്റെ ആനന്ദത്വത്തിലേക്ക് ഒഴുകുന്നു, അതിനെ വർദ്ധിപ്പിക്കുന്നു. പറുദീസായിലെ വലിയ പ്രകാശം മിന്നൽ കൊണ്ട് വർദ്ധമാനമാക്കി നിറയ്ക്കുന്നു. ഓരോ മിന്നലും പ്രഭയേറിയ തീപ്പൊരി പോലെയാണ്. അവ ഓരോന്നും പ്രപഞ്ചത്തിന് ഓരോ കൃപാവരമാണ്, മനുഷ്യർക്ക് അനുഗ്രഹമാണ്, ഭാഗ്യപ്പെട്ട ആത്മാക്കൾക്കുള്ള വരദാനമാണ്. അവയ്ക്ക് ഹല്ലേലൂയ പാടിക്കൊണ്ട് സന്തോഷപൂർവ്വം അവർ ഉത്തരം പറയുന്നു. ഇങ്ങനെ ഉത്ഭൂതമാകുന്ന ഓരോ അത്ഭുതത്തിനും നിദാനം പരിശുദ്ധ കന്യകയാണ്. അവളുടെ പ്രഭയേറിയ പുഞ്ചിരിയാകുന്ന മിന്നൽ കാണുവാനുള്ള പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആഗ്രഹത്താലാണ് ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്യുന്നത്.
ദൈവം ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന് ഒരു രാജാവിനെ വയ്ക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ശരീരം കൊണ്ടുണ്ടാക്കപ്പെട്ട് ശരീരികളായി സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിലും ഒന്നാമനായിരിക്കണം ഈ രാജാവെന്ന് നിശ്ചയിച്ചു. അരൂപിയുടെ പ്രകൃത്യത്തിൽ ദൈവത്തേക്കാൾ സ്വല്പം കുറഞ്ഞവനായിരിക്കണമെന്നും അവൻ നിർമ്മലനായിരുന്നപ്പോൾ കൃപാവരത്തോടെ യോജിച്ചിരുന്നതിനാൽ അങ്ങനെ തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ പരമമായ മനസ്സിന് യുഗങ്ങളിലെ അതിവിദൂരമായ സംഭവങ്ങൾ പോലും അറിയാം. കഴിഞ്ഞതും ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതുമെല്ലാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞുപോയതിനെ അറിയുന്നു, ഇപ്പോഴുള്ളത് കാണുന്നു. ഭാവിയെ തുളച്ചു കടന്ന് വിദൂരമായ ഭാവി പോലും ഏറ്റവും വിശദമായ വിവരങ്ങളോടുകൂടെ ഏറ്റവും ഒടുവിലത്തെ മനുഷ്യൻ എങ്ങനെ മരിക്കും എന്നുള്ളതുവരെ കാണുന്നു. ഒരു അർദ്ധദേവനായി തൻ്റെ സമീപത്ത് ആയിരിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട രാജാവ്, പിതാവിൻ്റെ അവകാശി പക്വതയാർന്ന് തൻ്റെ രാജ്യത്തിൽ വരുമെന്ന് ആ പരമമനസ്സ് സംശയലേശമെന്നേ എപ്പോഴും അറിഞ്ഞിരുന്നു. ബാല്യകാലം അവൻ്റെ അമ്മയുടെ വീട്ടിൽ ജീവിച്ച് ഭൂമിയിൽ മണ്ണുകൊണ്ടാണല്ലോ അവനെ മെനഞ്ഞെടുത്തത്. നിത്യപിതാവിൻ്റെ കുമാരനായി ഭൂമിയിലെ വാസം പൂർത്തിയാക്കി പക്വതയാർന്നവനായി സ്വർഗത്തിൽ വരും എന്നറിഞ്ഞിരുന്നു. മനുഷ്യൻ തനിക്ക് തന്നെ എതിരായി ചെയ്യുന്ന പാപത്തെക്കുറിച്ച് ഈ പരമമനസ്സിന് അറിയാമായിരുന്നു. ഈ പാപം തന്നിലുള്ള കൃപാവരത്തെ കൊല്ലുന്നതും തൻ്റെ അവകാശമായ സ്വർഗത്തെ തന്നിൽ നിന്നും തന്നെ മോഷ്ടിക്കപ്പെട്ട് അപഹരിക്കപ്പെടുവാൻ ഇടയാക്കുന്നതുമാണ് എന്നും അറിയാമായിരുന്നു. എന്നാൽ പിന്നെ എന്തിനിവനെ സൃഷ്ടിച്ചു? ശരിക്ക് ധാരാളം പേർ ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. നിനക്ക് കൂടുതൽ ഇഷ്ടം ഏതാണ്? നീ ഉള്ളതോ നീ ഇല്ലാതിരിക്കുന്നതോ? ദാരിദ്ര്യം, നഗ്നത, തിന്മ ഇവയെല്ലാം കൊണ്ട് ജീവിതം പരുപരുത്തതാണെങ്കിലും ജീവിതം അതിൽ തന്നെ ഉണ്ടായിരിക്കുവാൻ അർഹതയുള്ളതല്ലേ? പ്രപഞ്ചത്തിൽ ദൈവകരം വാരിവിതറിയിരിക്കുന്ന അനന്തമായ സൗന്ദര്യം അറിയുവാനും അതിൽ അത്ഭുതം പൂണ്ട് ആസ്വദിക്കുവാനും ഈ ദിവസം ജീവിക്കേണ്ടതല്ലേ? നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അസ്ത്രങ്ങൾ പോലെയും ഇടിവാൾ പോലെയും ആകാശത്തട്ടിൽ ചാലുകീറി പറക്കുന്നു. ഉൽക്കകളുടെ ശക്തമായ പ്രവാഹത്തിൽ അവ പ്രത്യേകവിധം ഗാംഭീര്യത്തോടെ പായുന്നു. എന്നാൽ എല്ലാം സാവധാനത്തിലാണെന്നും നിങ്ങൾക്ക് തോന്നിക്കുന്നു. ഇതെല്ലാം ആർക്കു വേണ്ടിയാണ് അവിടുന്ന് സൃഷ്ടിച്ചത്? ഇവ നിങ്ങൾക്ക് പ്രകാശം തരുന്നു, കാലങ്ങൾ ഒരുക്കുന്നു. നിത്യമായി മാറ്റമില്ലാത്തവയാണെങ്കിലും എപ്പോഴും മാറാവുന്നവയുമാണ്. ആകാശത്തിന് ഒരു പുതിയ പേജ് വായിക്കാൻ ഇവ വക തരുന്നു. ഓരോ സന്ധ്യയും ഓരോ മാസവും ഓരോ വർഷവും നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. വിലക്കുകൾ മറക്കുക, അവ്യക്തമായ, ചീഞ്ഞഴിഞ്ഞ, വൃത്തികെട്ട, വിഷലിപ്തമായ, തെറ്റായ, ദുഷിപ്പിക്കുന്ന അച്ചടി പ്രസ്താവനകൾ ഉപേക്ഷിച്ച് ഉണരുക. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടെങ്കിലും ആകാശവിധാനത്തിൻ്റെ അതിർത്തിയില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരുക. ഇത്ര പ്രകാശനമായ ആകാശത്തിലേക്ക് നോക്കി നിങ്ങളുടെ ആത്മാക്കളെ പ്രകാശമുള്ളവയാക്കുക. ഇരുളടഞ്ഞ നിന്റെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോകുവാൻ നീ പ്രകാശം ശേഖരിച്ച് വർദ്ധിപ്പിക്കുക. നഭോമണ്ഡലത്തിലെ സംഗീതധ്വനിയാൽ ഞങ്ങൾ എഴുതുന്ന വാക്ക് വായിക്കുക. ഭദ്രാസന ദേവാലയത്തിലെ സംഗീത ഉപകരണത്തിൽ നിന്നും വരുന്ന ശബ്ദത്തേക്കാൾ മനോഹരമാണത്. പ്രകാശിക്കുമ്പോൾ ഞങ്ങൾ എഴുതുന്ന വാക്ക്, സ്നേഹിക്കുമ്പോൾ ഞങ്ങൾ എഴുതുന്ന വാക്ക്, അത് വായിക്കുക. കാരണം ഞങ്ങൾക്ക് അസ്തിത്വത്തിൻ്റെ സന്തോഷം തന്നവനെ ഞങ്ങളെന്നും മനസ്സിൽ കാണുന്നു. ഞങ്ങൾക്ക് അസ്തിത്വം തന്നതിനും ഞങ്ങളുടെ പ്രകാശവും ചലനവും സ്വാതന്ത്ര്യവും നീലിമയാർന്ന ആകാശത്തിൽ ഞങ്ങളുടെ സൗന്ദര്യവും അതിനപ്പുറം കൂടുതൽ ഉദാത്തമായ നീലപറുദീസായും തന്നതിനും ഞങ്ങൾ അവനെ സ്നേഹിക്കുന്നു. നിങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രമാണത്തിലെ 2ാം ഭാഗവും ഞങ്ങൾ നിർവഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ അയൽവാസികൾ നിങ്ങളാണല്ലോ. നിങ്ങൾക്ക് മാർഗനിർദ്ദേശവും പ്രകാശവും ചൂടും സൗന്ദര്യവും നൽകിക്കൊണ്ടാണ് ഏതൊരു വാക്കിലാണ് ഞങ്ങളുടെ സംഗീതവും ഞങ്ങളുടെ പ്രകാശവും ഞങ്ങളുടെ പുഞ്ചിരിയും നിയന്ത്രിതമായി ക്രമീകരിക്കപ്പെടുന്നുവോ ആ വാക്ക് ദൈവം എന്നുള്ള വാക്ക് നിങ്ങൾ വായിക്കുക. നീലസമുദ്രം ആർക്കു വേണ്ടിയായിരിക്കും അവൻ സൃഷ്ടിച്ചത്? ആകാശത്തിൻ്റെ പ്രതിബിംബം, കരയിലേക്കുള്ള മാർഗം, ജലത്തിൻ്റെ പുഞ്ചിരി, തിരമാലകളുടെ ശബ്ദം, കടൽ തന്നെ ഒരു വാക്കാണ്. അത് സംസാരിക്കുന്നതും പറയുന്നതും ദൈവം എന്നാണ്.
സിൽക്കുരയുന്ന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ പോലുള്ള പുഞ്ചിരി തൂകിക്കൊണ്ട് വൃദ്ധജനങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്ത് നെടുവീർപ്പിടുകയും കരയുകയും ചെയ്യുന്നത് പോലെ ആക്രമണത്തിൻ്റെ കോലാഹലങ്ങളോടെ അലറിക്കൊണ്ട് ഏറ്റുമുട്ടിക്കൊണ്ട് കടൽ എപ്പോഴും ദൈവം എന്ന വാക്ക് പറയുന്നു. ആകാശവും നക്ഷത്രങ്ങളും നിങ്ങൾക്കായിട്ടെന്ന പോലെ കടലും നിങ്ങൾക്ക് വേണ്ടിയാണ്. കടലിനോടൊപ്പം തടാകങ്ങൾ, നദികൾ, കുളങ്ങൾ, അരുവികൾ, പരിശുദ്ധമായ നീരുറവകൾ എല്ലാം നിങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനായി, നിങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്നതിനായി, നിങ്ങളെ ശുചിയാക്കുന്നതിനായി സേവനം ചെയ്യുന്നു. സൃഷ്ടാവിന് സേവനം ചെയ്യുമ്പോൾ നിങ്ങളെ അവ ശുശ്രൂഷിക്കുന്നു. നിങ്ങൾ അർഹിക്കുന്നത് പോലെ നിങ്ങളെ മുക്കിക്കളയുന്നുമില്ല. എണ്ണമില്ലാത്ത വിധം അത്രയധികമായി പലതരം മൃഗങ്ങൾ, വർണ്ണശബളമായിട്ടുള്ള പക്ഷികൾ, പാടിക്കൊണ്ട് പറക്കുന്നവ വേലക്കാരെ പോലെ തങ്ങളുടെ രാജാക്കന്മാരായ നിങ്ങൾക്ക് വേണ്ടി ഓടുകയും ജോലി ചെയ്യുകയും നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഭക്ഷണമായി തീരുകയും ചെയ്യുന്ന മൃഗങ്ങൾ. ഇവ ആർക്കു വേണ്ടിയായിരിക്കാം അവൻ സൃഷ്ടിച്ചത്? എണ്ണമറ്റ ഇനങ്ങളിലുള്ള ചെടികൾ, പുഷ്പങ്ങൾ, ശലഭങ്ങളെപ്പോലെയും വിലയേറിയ രത്നങ്ങൾ പോലെയും ചലനമില്ലാത്ത പക്ഷികളെപ്പോലെയുമുള്ള പുഷ്പങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള കായ്ക്കനികൾ, ആഭരണങ്ങൾ പോലെ, ആഭരണ ചെപ്പുകൾ പോലെയുള്ളവ, നിങ്ങളുടെ പാദങ്ങൾക്ക് കീഴെ പരവതാനി പോലെ പുല്ലുകൾ, നിങ്ങളുടെ തലയ്ക്കുമീതെ സംരക്ഷണം നൽകുന്ന വൃക്ഷങ്ങൾ, നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആശ്വാസവും സന്തോഷവും പകരുന്ന, നിങ്ങളുടെ കണ്ണുകൾക്കും ഘ്രാണശക്തിക്കും സന്തോഷവും ഉന്മേഷവും പകരുന്ന ഇവയെല്ലാം ആർക്കു വേണ്ടിയായിരിക്കാം അവൻ സൃഷ്ടിച്ചത്? ഭൂമിയുടെ അധോഭാഗങ്ങൾ ധാതുക്കൾ നിക്ഷേപിച്ചിരിക്കുന്നത് ആർക്കു വേണ്ടിയായിരിക്കാം? തണുപ്പുള്ളതും തിളച്ചുമറിയുന്നതുമായ ഉറവകളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ലവണങ്ങൾ, അയോഡിൻ, ബ്രോമിൻ, ഇവ ഒരാൾ അനുഭവിക്കുന്നതിനു വേണ്ടിയല്ലേ? ദൈവമല്ലാത്ത ഒരാൾ, ദൈവത്തിൻ്റെ പുത്രൻ, മനുഷ്യൻ ഒരുവൻ. ദൈവത്തിൻ്റെ ആനന്ദത്തിന് കുറവൊന്നുമില്ലായിരുന്നു. ദൈവത്തിന് ആവശ്യങ്ങളും ഒന്നുമില്ലായിരുന്നു. തന്നിൽ തന്നെ മതിയായവനാണ് ദൈവം. ദൈവത്തിനു തന്നെ തന്നെ കണ്ടാൽ മതി. ആനന്ദത്തിനും പരിപോഷിക്കപ്പെടുന്നതിനും ജീവിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും. സൃഷ്ടികളെയെല്ലാം കൂട്ടിയാലും അവ നിമിത്തം ദൈവത്തിൻ്റെ അതിരറ്റ ആനന്ദം, സൗന്ദര്യം, ജീവൽ ശക്തി ഇവ ഒരു അണുപോലും വർദ്ധിക്കുന്നില്ല. ദൈവത്തിൻ്റെ കരവേലയുടെ രാജാവാക്കുവാൻ താൻ ആഗ്രഹിച്ച സൃഷ്ടിക്ക് വേണ്ടിയായിരുന്നു അവൻ ഇതെല്ലാം സൃഷ്ടിച്ചത്. ആ സൃഷ്ടിയാണ് മനുഷ്യൻ. ദൈവത്തിൻ്റെ ഈ വേല കാണുവാനും അതിനവസരം നൽകി തൻ്റെ ശക്തിക്ക് നന്ദി പറയുവാനുമായി ജീവിച്ചിരിക്കുന്നത് എത്ര നല്ലതാണ്. ജീവിച്ചിരിക്കുന്നതിന് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. രക്ഷിക്കപ്പെടുന്നതിന് അവസാന വിധി ദിവസം വരെ കാത്തിരിക്കണമെങ്കിൽ തന്നെയും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. കാരണം നിങ്ങളുടെ ആദിമാതാപിതാക്കളിലും വ്യക്തിപരമായും നിങ്ങൾ വാക്കുപാലിക്കാത്തവരും അഹങ്കാരികളും ഭോഗാസക്തരും കൊലപാതകികളുമാണ്. എന്നിട്ടും ദൈവം പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യവും പ്രപഞ്ചത്തിൻ്റെ നന്മയും അനുഭവിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. നിങ്ങൾ നല്ല മക്കളായിരുന്നാലെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. മക്കളുടെ ജീവിതം കൂടുതൽ ആനന്ദപ്രദവും കൂടുതൽ സുഖകരവുമാക്കാനായി എല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും എല്ലാം ദാനം ചെയ്യുകയും ചെയ്യുന്ന പിതാവ്. നിങ്ങൾക്കറിയാവുന്നവ ദൈവത്തിൻ്റെ പ്രകാശം കൊണ്ടാണ് അറിയുന്നത്. നന്മയായി നിങ്ങൾ കണ്ടുപിടിക്കുന്നവ ദൈവം നിങ്ങളെ സഹായിക്കുന്നത് കൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. തിന്മയുടെ അടയാളമുള്ള മറ്ററിവുകളും കണ്ടുപിടുത്തങ്ങളും പരമതിന്മയിൽ നിന്നാണ് വരുന്നത്, അതായത് സാത്താനിൽ നിന്ന്. എല്ലാം അറിയുന്ന ആ പരമ മനസ്സ് മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മനുഷ്യൻ ഒരു മോഷ്ടാവും സ്വയം കൊല ചെയ്യുന്നവനുമാകും എന്നറിഞ്ഞിരുന്നു. അവിടുത്തെ നന്മയ്ക്ക് അതിരില്ലാത്തതുകൊണ്ട്, അവിടുത്തെ നന്മ നിത്യമായതുകൊണ്ട് പാപമുണ്ടാകുന്നതിന് മുൻപ് തന്നെ പാപത്തെ എങ്ങനെ തുടച്ചു മാറ്റാം എന്ന് ചിന്തിച്ചു. അതിനുള്ള മാർഗം വചനമാകുന്ന ഞാനായിരുന്നു അതിനുള്ള മാർഗം. രക്ഷയ്ക്കുള്ള ഉപകരണമായ എന്നെ അതിന് പ്രാപ്തിയാക്കിയത് മേരിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പരമ മനസ്സിൽ കന്യക സൃഷ്ടിക്കപ്പെട്ടു. എല്ലാം പിതാവിൻ്റെ പ്രിയപുത്രനായ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. ദൈവമായ എൻ്റെ രാജകീയ പദവിക്ക് എല്ലാം അനുയോജ്യമാകേണ്ടിയിരുന്നു. അതിനാൽ ഒരു രാജകൊട്ടാരത്തിലും ഇല്ലാത്ത തരം അതിശ്രേഷ്ഠമായ പരവതാനികളും രത്നങ്ങളും സംഗീതവും പരിചാരകരും ശുശ്രൂഷകരും പൂക്കളും അലങ്കാരങ്ങളും ദൈവത്തിൻ്റെ ചിന്തയിൽ വരാൻ പാടുള്ള എല്ലാ പദവിയും മാഹാത്മ്യവും ദയാവായ്പും നൽകണമായിരുന്നു. എന്നാൽ ഞാൻ മാംസവും അതുപോലെ തന്നെ അരൂപിയും ആകേണ്ടതാണ്.
മാംസത്തെ രക്ഷിക്കുവാൻ മാംസം, മാംസത്തെ ഉദാത്തമാക്കുവാൻ മാംസം. അതിൻ്റെ സമയത്തിന് അനേകം നൂറ്റാണ്ടുകൾക്ക് മുൻപേ അതിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നു. കാരണം അരൂപി വസിക്കുന്ന ശരീരമാണ് ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി. സ്വർഗം നേരത്തെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്. മാംസമായി തീരുന്നതിന് എനിക്കൊരമ്മയെ വേണമായിരുന്നു. ദൈവമാകുന്നതിന് എൻ്റെ പിതാവ് ദൈവമാകേണ്ടത് ആവശ്യമായിരുന്നു. അനന്തരം ദൈവം തൻ്റെ മണവാട്ടിയെ സൃഷ്ടിച്ചു. അവളോട് പറഞ്ഞു, എൻ്റെ കൂടെ വരൂ. നമ്മുടെ പുത്രന് വേണ്ടി ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും ചെയ്യുന്നത് എന്താണെന്ന് കാണുക. നിത്യകന്യകയെ, നിത്യ അവിവാഹിതയെ നോക്കി ആഹ്ലാദിക്കുക. നിന്റെ പുഞ്ചിരി ഈ സ്വർഗീയ സഭ നിറഞ്ഞു നിൽക്കട്ടെ. ദൈവദൂതന്മാർക്ക് അവരുടെ സംഗീതത്തിൻ്റെ ആദ്യസ്വരം നൽകൂ. സ്വർഗീയമായ താളലയം പർദീസയിൽ പഠിപ്പിക്കൂ. ഞാൻ നിന്നെ നോക്കുകയാണ്. നീ എങ്ങനെയായിരിക്കുമോ അത് ഞാൻ കാണുന്നു. നിർമ്മലയായ സ്ത്രീ, പാപരഹിതയായവളെ, ഇപ്പോൾ അരൂപി മാത്രം ആയിരിക്കുന്നവളെ, ഞാൻ ആനന്ദം കൊള്ളുന്ന അരൂപിയെ, ഞാൻ നിന്നെ നോക്കിക്കൊണ്ട് നിന്റെ കണ്ണുകളുടെ നീലിമ ആകാശവിധാനത്തിനും സമുദ്രങ്ങൾക്കും നൽകുന്നു. പരിശുദ്ധമായ ധാന്യത്തിനു നിന്റെ മുടിയുടെ നിറം ഞാൻ കൊടുക്കുന്നു. ലില്ലിപ്പൂക്കൾക്ക് ദാവള്യവും റോസാപ്പൂക്കൾക്ക് റോസ് നിറവും കൊടുക്കുന്നു. അവ നിന്റെ ത്വക്കിൻ്റെ നിറമാണ്. നിന്റെ ചെറിയ പല്ലുകൾ നോക്കിയാണ് ഞാൻ മുത്ത് രേഖപ്പെടുത്തിയത്. നിന്റെ അധരങ്ങൾ നോക്കിയാണ് ഞാൻ സ്ട്രോബെറി സൃഷ്ടിച്ചത്. രാക്കുയലിനു നിന്റെ സ്വരമാധുരിയാണ് ഞാൻ നൽകുന്നത്. അരിപ്രാവിന് നിന്റെ കരച്ചിലും നിന്റെ ഭാവി വിചാരങ്ങളും നിന്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളും കണ്ടിട്ടാണ് സൃഷ്ടികർമ്മത്തിന് ഞാൻ രൂപം നൽകിയത്. എൻ്റെ ആനന്ദമേ, വരൂ. ലോകങ്ങളെല്ലാം നിന്റെ കളിപ്പാട്ടമാക്കിക്കൊള്ളൂ. എൻ്റെ ചിന്തയിൽ നടമാടുന്ന പ്രകാശമേ, ലോകം മുഴുവൻ നിന്റെ പുഞ്ചിരിയാകട്ടെ. നിന്റെ മുടിയിലും കഴുത്തിലും അണിയുവാൻ നക്ഷത്രങ്ങളുണ്ടാകട്ടെ. ചന്ദ്രൻ നിന്റെ മൃദുലമായ പാദങ്ങൾക്ക് കീഴിലായിരിക്കട്ടെ. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നിനക്ക് വേണ്ടി, നക്ഷത്ര സമൂഹം നിനക്കൊരു സ്കാർഫായി തീരട്ടെ. വന്നു പുഷ്പങ്ങളെ നോക്കി ആനന്ദിക്കൂ. അവ നിന്റെ ശിശുവിന് സന്തോഷം നൽകട്ടെ. നിന്റെ ഉദരഫലമായ പുത്രന് ഒരു തലയണയായി തീരട്ടെ. വന്ന് ആടുകളെയും അവയുടെ കുട്ടികളെയും കാണുക. കഴുകന്മാരെയും പ്രാക്കളെയും സൃഷ്ടിക്കുന്നത് വന്നു കാണുക. സമുദ്രഗർത്തങ്ങളെയും നദികളുടെ ആഴമേറിയ ചാലുകളെയും സൃഷ്ടിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നു നിൽക്കുക. ഞാൻ പർവ്വതനിരകളെ ഉയർത്തുമ്പോൾ, അവയെ വനങ്ങൾ കൊണ്ടും മഞ്ഞുകൊണ്ടും അലങ്കരിക്കുമ്പോൾ, ചെടികളും വൃക്ഷങ്ങളും വള്ളികളും ഒലിവുമരങ്ങളും നിനക്കായി ഞാൻ വിതച്ചു കിളിർപ്പിക്കുമ്പോൾ, എൻ്റെ അരികെ നീ നിൽക്കുക. ഞാൻ മുന്തിരിവള്ളി നടുമ്പോൾ, എൻ്റെ മുന്തിരിശാഖയായ നീ, ദിവ്യകാരുണ്യത്തിൻ്റെ മുന്തിരിക്കുലകൾ വഹിക്കുവാനുള്ള നീ എൻ്റെ അരികിൽ നിൽക്കുക. എൻ്റെ സൗന്ദര്യമേ, നീ ഓടുക, പറക്കുക, നീ ആനന്ദിക്കുക. എൻ്റെ സ്നേഹമേ, മണിക്കൂറുകൾ മണിക്കൂറുകളായി സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചം എന്നെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് നിന്നിൽ നിന്നും പഠിക്കട്ടെ. നിന്റെ പുഞ്ചിരിയാൽ ഈ പ്രപഞ്ചം കൂടുതൽ മനോഹരമാകട്ടെ. എൻ്റെ പുത്രൻ്റെ മാതാവേ, എൻ്റെ പറുദീസയുടെ രാജ്ഞി, നിന്റെ ദൈവത്തിൻ്റെ സ്നേഹമേ, വീണ്ടും അപരാധത്തെ കണ്ടുകൊണ്ടും പാപരഹിതയെ കണ്ട് വിസ്മയം പൂണ്ടുകൊണ്ടും പറയുന്നു. മനുഷ്യൻ്റെ അനുസരണമില്ലായ്മയുടെ കയ്പ് തുടച്ചു മാറ്റുന്നവളെ, പിശാചുമായുള്ള വ്യഭിചാരത്തെയും നന്ദിഹീനതയും നീക്കിക്കളയുന്നവളെ, പിശാചിനോട് നീ വഴി ഞാൻ പകരം ചെയ്യും. ദൈവം സൃഷ്ടാവായ പിതാവിനെ സ്നേഹത്തിൻ്റെ അത്യുദാത്തമായ നിയമത്തോടു കൂടിയാണ് പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചത്. അതിൻ്റെ പൂർണ്ണത നിങ്ങൾക്കിനി മനസ്സിലാക്കാൻ പോലും കഴിയുകയില്ല. അത്രയ്ക്കും പൂർണ്ണമായ സ്നേഹത്തിൻ്റെ നിയമം നൽകിയിരുന്നു. പിശാച് മനുഷ്യനെ പഠിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ മനുഷ്യവംശം എങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്ന് ചിന്തിച്ച് നിങ്ങൾ അത്ഭുതത്തിൽ ആണ്ടുപോകുമായിരുന്നു. ഫലങ്ങളെയും വിത്തുചെടികളെയും നോക്കൂ. വ്യഭിചാരം ചെയ്തിട്ടാണോ അവ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്? ഒരു 100 സംഗമത്തിൽ ഒരു സംഗമം നിമിത്തമാണോ അവ വിത്തുൽപാദിപ്പിക്കുന്നത്? അല്ല, ആൺപൂവിൽ നിന്നും പൂമ്പൊടി പുറപ്പെട്ട് നിഗൂഢമായ ആകർഷക ശക്തികളാൽ നയിക്കപ്പെട്ട് പെൺപൂവിൻ്റെ അണ്ഡത്തിൽ എത്തുന്നു. പെൺപൂവ് വികസിച്ച് അതിനെ സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കുന്നു. അത് അതിനെ തന്നെ മലിനമാക്കുന്നില്ല, പിന്നീട് അതിനെ ത്യജിക്കുന്നുമില്ല. നിങ്ങൾ ചെയ്യുന്നത് പോലെ അടുത്ത ദിവസം അതേ അനുഭവം ആവർത്തിക്കുന്നതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അത് ഫലം പുറപ്പെടുത്തുന്നു. അടുത്ത ഫലകാലം വരെ അതിന് പരാഗവിതരണം നടക്കുന്നില്ല. നടക്കുമ്പോൾ അത് ഫലം ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി മാത്രമാകുന്നു.
മൃഗങ്ങളെ നോക്കൂ, എല്ലാറ്റിനെയും നോക്കൂ. നിഷ്ഫലമായ ഒരു ആലിംഗനത്തിനു വേണ്ടി ഏതെങ്കിലുമാണ് പെണ്ണിനെ സമീപിക്കുന്നതായി കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഉൽപാദന കർമ്മത്തിനു വേണ്ടി അടുത്തു നിന്നോ അകലെ നിന്നോ അവ പറന്നോ ഓടിയോ ചാടിയോ ഇഴഞ്ഞോ ഇണയുടെ സമീപത്തെത്തുന്നു. അതിൻ്റെ ആനന്ദത്തിൽ നിന്നും കളയാതെ ഗൗരവമാറിയ പരിശുദ്ധമായ ഉൽപാദനത്തിലേക്ക്, അതിൻ്റെ അനന്തര കടമകളിലേക്കും അവ നീങ്ങുന്നു. കൃപാവരത്തിൻ്റെ ദാനനിമിത്തം ഒരു അർദ്ധദേവനായിരിക്കുന്ന മനുഷ്യൻ ഉൽപാദന കർമ്മത്തിൻ്റെ മൃഗീയമായ വശം സ്വീകരിക്കുന്നത് മേൽപ്പറഞ്ഞ ഉദ്ദേശത്തോടുകൂടെ മാത്രമായിരിക്കണം. ദൈവികനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ, പൂർണ്ണനാക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ഒരൊറ്റ ഡിഗ്രി മാത്രമേ മൃഗീയതയിലേക്ക് താഴ്ത്തപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾ ചെടികളും മൃഗങ്ങളും ചെയ്യുന്നത് പോലെയല്ല പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ അധ്യാപകനായി പിശാചിനെയാണ് കിട്ടിയത്. നിങ്ങളുടെ അധ്യാപകനായി അവനെയാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. ഇപ്പോഴും നിങ്ങൾക്ക് അവനെയാണ് വേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളും നിങ്ങളുടെ അധ്യാപകനിൽ നിന്നും പ്രതീക്ഷിക്കുന്നവ തന്നെയാണ്. ദൈവത്തോട് നിങ്ങൾ വിശ്വസ്തരായിരുന്നെങ്കിൽ വിശുദ്ധമായ ഒരു രീതിയിൽ നിങ്ങൾക്ക് മക്കളുണ്ടാകുമായിരുന്നു. വേദന കൂടാതെയും വിലക്ഷണവും ലജ്ജാകരവുമായ സംഭോഗങ്ങളിലൂടെ നിങ്ങളെ തന്നെ അവശരാക്കാതെയും പുത്രഭാഗ്യം ലഭിക്കുമായിരുന്നു. മൃഗങ്ങൾക്കാകട്ടെ വിവേചനവും അരൂപിയായ ആത്മാവും ഇല്ലല്ലോ. എന്നാൽ അവ നിങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ ഒന്നും ചെയ്യുന്നില്ല. പിശാചിനാൽ ദുഷിപ്പിക്കപ്പെട്ട പുരുഷനും സ്ത്രീക്കുമെതിരെ ദൈവം സ്ത്രീയിൽ നിന്നും ജാതനായ ഒരു മനുഷ്യനെ നിയോഗിച്ചു. ഈ സ്ത്രീയെ ദൈവം അത്യുദാത്തമായ ഒരു നിലയിലേക്കുയർത്തി. പുരുഷനെ കൂടാതെ ഉൽപാദനം നടക്കുന്ന നിലയിലേക്കുയർത്തി. വിത്തിൻ്റെ ആവശ്യമില്ലാതെ ഒരു പുഷ്പത്തെ വിരിയിക്കുന്ന പുഷ്പം. ദൈവിക സൂര്യൻ്റെ ഒരു പ്രത്യേക ചുംബനത്താൽ നിർമ്മല ലില്ലിയായ മേരിയുടെ ശരീരമാകുന്ന കാസയിൽ ഒരു പുഷ്പം വിരിഞ്ഞു. ദൈവത്തിൻ്റെ പ്രതികാരം. അവൾ ഭൂമിയിലേക്ക് വരുമ്പോൾ നിന്റെ വിദ്വേഷം കൊണ്ട് നീ ചീറ്റിക്കൊള്ളൂ. സാത്താനെ, ഈ ശിശു നിന്നെ തകർത്തിരിക്കുന്നു. വിധേയത്വമില്ലാത്തവനും സത്യത്തെ വളച്ചൊടിക്കുന്നവനും എല്ലാം ദുഷിപ്പിക്കുന്നവനുമായ നിന്നെ അവൾ തോൽപ്പിച്ചിരിക്കുന്നു. നിന്റെ മേൽ അവൾ വിജയം നേടിയിരിക്കുന്നു. ഒരുങ്ങി നിൽക്കുന്ന 1000 സൈന്യങ്ങൾ നിന്റെ ശക്തിക്കെതിരെ ഒന്നുമല്ല. നിന്റെ ചെതുമ്പലുകൾക്ക് മുന്നിൽ അവരുടെ ആയുധങ്ങൾ ഒന്നുമല്ല. നിന്റെ ദുർഗന്ധത്തെ നീക്കുവാൻ ഒരു കാറ്റിനും കഴിയുകയില്ല. എന്നാൽ ഈ ശിശു തൻ്റെ മൃദുലമായ സിൽക്കിനേക്കാൾ മൃദുലമായ റോസാപ്പൂദളം പോലെ മനോഹരവും അതിനേർമയുള്ളതും വളരെ ചെറുതുമായ കുതികാൽ കൊണ്ട് ഒട്ടും ഭയം കൂടാതെ നിന്റെ തലയെ ചവിട്ടി ഞെരിക്കുകയും നിന്റെ മാളത്തിലേക്ക് നിന്നെ തിരികെ അയക്കുകയും ചെയ്യുന്നു. സൈന്യങ്ങളെ തന്നെയും ഭയപ്പെടാത്ത നീ അവളുടെ കരച്ചിൽ കേട്ട് ഓടിമറയുന്നു. നിന്റെ ദുർഗന്ധം കൊണ്ട് മലിനമാക്കപ്പെട്ട ലോകത്തെ അവളുടെ ശ്വാസം ശുദ്ധീകരിക്കുന്നു. നീ പരാജിതനാക്കപ്പെട്ടിരിക്കുന്നു. അവളുടെ നാമം, അവളുടെ നോട്ടം, അവളുടെ പരിശുദ്ധി ഇവയെല്ലാം നിന്റെ നേർക്കുള്ള കുന്തവും ഇടിവാളുമാണ്. അവ നിന്നെ തുളച്ചു കയറുന്നു. നിന്നെ നശിപ്പിച്ച് നരകത്തിലെ നിന്റെ ഗുഹയിൽ നിന്നെ ബന്ധിതനാക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരുടെയും പിതാവാകാനുള്ള സന്തോഷം ദൈവത്തിന് നഷ്ടപ്പെടുത്തിയ ശപിക്കപ്പെട്ടവനെ, വെറുതെ നീ അവരെ ദുഷിപ്പിച്ചു. നിഷ്കളങ്കരായി സൃഷ്ടിക്കപ്പെട്ട അവരെ ഭോഗാസക്തിയിലൂടെ സന്താനോൽപാദന അറിവിലേക്ക് നീ നയിച്ചു. ദൈവത്തിൻ്റെ പദ്ധതി നീ തെറ്റിച്ചു. തൻ്റെ നിയമമനുസരിച്ച് മക്കളെ നൽകാൻ ആഗ്രഹിച്ച ദൈവത്തിന് നിന്ന് നീ അത് അപഹരിച്ചു. ദൈവനിയമം പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ മനുഷ്യമക്കളിൽ സ്ത്രീ പുരുഷ അനുതാപത്തിലും വർഗങ്ങളുടെ എണ്ണത്തിലും സന്തുലിതാവസ്ഥ നിലനിൽക്കുമായിരുന്നു. കുടുംബകലഹങ്ങളും ജനതകൾ തമ്മിലുള്ള യുദ്ധങ്ങളും ഒഴിവാകുമായിരുന്നു. അനുസരണത്തിലൂടെ സ്നേഹമെന്തെന്നവർ അറിയുകയും ചെയ്യുമായിരുന്നു. അല്ല, അനുസരണ കൊണ്ട് മാത്രമേ സ്നേഹമെന്തെന്നവർ അറിയുകയും സ്നേഹം സ്വന്തമാക്കുകയും ചെയ്യുമായിരുന്നുള്ളൂ. പ്രശാന്തവും പരിപൂർണവുമായ ഈ ദാനം ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുമായിരുന്നു. അരൂപിയെ സൃഷ്ടിച്ച് അരൂപിയോട് ചേരുന്നതിന് ജഡത്തെ സൃഷ്ടിച്ച് അങ്ങനെ താഴ്ചയിലേക്ക് ഇറങ്ങിയ ദൈവം ആഗ്രഹിച്ചത് ശരീരവും ഭക്തിനിർഭരമായ വിധത്തിൽ സന്തോഷിക്കട്ടെ എന്നാണ്. എന്നാൽ മനുഷ്യരെ, എന്താണ് നിങ്ങളുടെ സ്നേഹം? എന്തൊക്കെയാണ് നിങ്ങളുടെ സ്നേഹങ്ങൾ? ഒന്നുകിൽ സ്നേഹത്തിൻ്റെ വേഷത്തിലുള്ള വിഷയലമ്പടത്വം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാമാസക്തിയിൽ വശീകരിക്കപ്പെട്ട് നിങ്ങളുടെ പങ്കാളി നഷ്ടപ്പെട്ടെങ്കിലോ എന്ന് ഒരിക്കലും വിട്ടുമാറാത്ത ഭയം. കാമാസക്തി ലോകത്തിൽ പ്രവേശിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ ഭയം.
ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഹൃദയം തൻ്റെ സ്വന്തമെന്ന് ഉറപ്പ് ഒരിക്കലുമില്ല. അതിനാൽ നിങ്ങൾ വിറയ്ക്കുകയും കരയുകയും ചെയ്യുന്നു, അസൂയ കൊണ്ട് അന്ധരാകുന്നു. അവിശ്വസ്തതയ്ക്കു പകരം വീട്ടാൻ ചിലപ്പോൾ നിങ്ങൾ കൊലപാതകം ചെയ്യുന്നു, ചിലപ്പോൾ നിരാശപ്പെടുന്നു, ചിലപ്പോൾ മനസ്സ് ദുർബലമായി മാനസിക രോഗം തന്നെ ഉണ്ടാകുന്നു. സാത്താനെ, നീ ഇതാണ് മനുഷ്യമക്കളോട് ചെയ്തിരിക്കുന്നത്. നീ ദുഷിപ്പിച്ച് നശിപ്പിച്ചവർ വേദന കൂടാതെ സന്താനഭാഗ്യം അനുഭവിക്കുമായിരുന്നു. ഭരണഭീതി കൂടാതെയുള്ള സന്തോഷം ജനനത്തിൽ അനുഭവിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു സ്ത്രീയാൽ നീ പരാജിതനായിരിക്കുന്നു, ഒരു സ്ത്രീയാൽ നീ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ മുതൽ അവളെ സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമായി തീരുന്നു. അവളുടെ കളങ്കരഹിതമായ പരിശുദ്ധിയെ നോക്കി നിന്റെ പ്രലോഭനങ്ങളെ ജയിക്കുന്നു. ഇപ്പോൾ മുതൽ മാതാക്കൾക്ക് ഗർഭധാരണം വേദനയുളവാകുന്നതാണെങ്കിലും അവളിൽ ആശ്വാസം ലഭിക്കും. ഇപ്പോൾ മുതൽ അവൾ വിവാഹിതരായ സ്ത്രീകളുടെ മാർഗദർശിയും മരിക്കുന്നവരുടെ അമ്മയുമായിരിക്കും. ശപിക്കപ്പെട്ട നിനക്കെതിരെയും ദൈവകോപത്തിനെതിരെയും അവരെ മറയ്ക്കുന്ന ഒരു പരിചയായിരിക്കും. അവളുടെ വശസ് അവിടെ വിശ്രമിച്ച് മരിക്കുന്നത് എത്രയോ മാധുര്യം നിറഞ്ഞതായിരിക്കും. മേരി, എൻ്റെ ചെറിയ ശബ്ദമേ, കന്യാസുതൻ്റെ ജനനവും കന്യകയുടെ സ്വർഗാരോഹണവും നീ കണ്ടതാണല്ലോ. പാപമില്ലാത്തവർക്ക് പ്രസവവേദനയില്ല, മരണത്തിലും വേദനയില്ല എന്ന് നീ അങ്ങനെ കണ്ടു. ഏറ്റവും നിർമ്മലയായ ദൈവമാതാവിന് സ്വർഗീയ ദാനങ്ങളുടെ പൂർണ്ണത നൽകപ്പെട്ടുവെങ്കിൽ ആദ്യ മാതാപിതാക്കളിൽ നിന്നും നിഷ്കളങ്കരായി ദൈവപുത്രരായി ജനിക്കുമായിരുന്ന മക്കൾക്ക് ന്യായമായും സന്താനോൽപാദനവും മരണവും ആയാസരഹിതവും വേദനയും ഉത്കണ്ഠയും ഇല്ലാത്തതുമാകുമായിരുന്നു. പിശാചിൻ്റെ പ്രതികാരത്തിനെതിരെ ദൈവത്തിൻ്റെ വിജയം ഇപ്രകാരം നിറവേറി. പിശാചിൻ്റെ വിഷം ഏറ്റവും മനുഷ്യവംശത്തിൻ്റെ സ്മരണ തന്നെ ഇല്ലാതാക്കുന്ന അതിമാനുഷിക പൂർണ്ണതയിലേക്ക് ഒരു മനുഷ്യൻ ഉയർത്തപ്പെട്ടു. അങ്ങനെ തൻ്റെ പുത്രൻ്റെ ജനനം പുരുഷൻ്റെ ഒരു വിശുദ്ധമായ ആലിംഗനത്തിൽ നിന്നാകാതെ ദൈവികമായ ആശ്ലേഷത്തിൻ്റെ ഫലമായി സംഭവിച്ചു. അരൂപിയുടെ തന്നെ നിറം മാറത്തക്ക വിധം അത്ര ശക്തമായ ദൈവസ്നേഹ പാരവശ്യത്തിലാണ് അത് സംഭവിച്ചത്. കന്യകയുടെ കന്യാത്വം. വരൂ, ആഴമേറിയ ഈ കന്യത്വത്തെക്കുറിച്ച് അനുധ്യാനത്തിൽ ലയിക്കൂ. ധ്യാന അനുഭവത്തിൽ പരമാനന്ദത്തിൽ മോഹാലസ്യപ്പെടുന്ന ഈ കന്യത്വത്തിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങൂ. ഒരാളും വിവാഹം ചെയ്യാനില്ലാത്തതിനാൽ ഗത്യന്തരമില്ലാതെ കന്യയായി ജീവിക്കുന്ന ഒരുവളുടെ കന്യാത്വം എന്താണ്? ഒന്നുമല്ല, എന്നാൽ അതിനേക്കാൾ താഴ്ന്നതാണ്. ദൈവത്തിൻ്റെതായിരിക്കാൻ വേണ്ടി കന്യകയായിരിക്കുന്ന ഒരുവളുടെ കന്യാത്വം എന്താണ്? അവളുടെ ശരീരത്തിൽ കന്യാത്വമുണ്ട്, എന്നാൽ അരൂപിയിൽ അതില്ലാതെ പലവിധ ചിന്തകളാലും മാനുഷികമായ ആകർഷങ്ങളെ വെച്ചു പുലർത്തുന്നതിനാലും ആത്മാവിൽ കന്യാത്വം പാലിക്കാത്തവളുടെ കന്യാത്വം എന്താണ്? അതൊരു കപട കന്യാത്വമാണ്, തീരെ നിസ്സാരമാണ്. ദൈവത്തിനായി മാത്രം ജീവിക്കുന്ന കന്യാമഠത്തിൽ ഏകാന്തതയിൽ ജീവിക്കുന്ന ഒരു കന്യകയുടെ കന്യാത്വം എന്താണ്? അത് വളരെ ഉയർന്നതാണ്. എന്നാൽ എൻ്റെ അമ്മയുടെ കന്യത്വത്തോട് തുലനം ചെയ്യുമ്പോൾ അതൊരിക്കലും പരിപൂർണ കന്യത്വം ആകുന്നില്ല. എല്ലാവരിലും ഏറ്റവും വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരിൽ പോലും അരൂപിയും തിന്മയും തമ്മിലുള്ള ബന്ധമുണ്ട്. ജ്ഞാനസ്നാനമാണ് ഇത് അലിയിച്ചു കളയുന്നത്. എന്നാൽ ഭർത്താവിൻ്റെ മരണത്താൽ ഒരുവളിൽ സംഭവിക്കുന്നത് പോലെ ആദിമാതാക്കളിൽ പാപത്തിനു മുൻപുണ്ടായിരുന്ന കന്യത്വത്തിൻ്റെ പരിപൂർണത അവൾക്ക് നൽകുന്നില്ല. മുറിവിൻ്റെ കല അവിടെ ഉണ്ടാകും, വേദനിപ്പിക്കുകയും അതിനെ ഓർക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ചില രോഗാണുക്കൾ ശരീരത്തിലുള്ളതുകൊണ്ട് രോഗം തീർത്തു മാറാതെ ഇടയ്ക്കിടെ ആവർത്തിക്കുന്നത് പോലെ ആ മുറിവ് വ്രണമായി തീരാനും ഇടയാക്കുന്നു. കന്യക മാതാവിൽ ഈ ബന്ധത്തിൻ്റെ ഒരു അടയാളം പോലുമില്ല. അവളുടെ ആത്മാവ് എല്ലാ കൃപാവരങ്ങളും കൊണ്ടും നിറച്ച് പിതാവ് അവളെ രൂപപ്പെടുത്തിയതുപോലെ തന്നെ സുന്ദരവും പൂർണ്ണവുമായി കാണപ്പെടുന്നു. അവളാണ് കന്യക, അവൾ മാത്രമാണ് കന്യക. പൂർണ്ണയായവൾ അവളാണ്, എല്ലാം തികഞ്ഞവൾ അവളാണ്. അവൾ ഗർഭം ധരിക്കപ്പെട്ടത് അങ്ങനെ, ജനിച്ചത് അങ്ങനെ, ജീവിച്ചത് അങ്ങനെ, മുടിധരിപ്പിക്കപ്പെട്ടത് അങ്ങനെ, നിത്യമായിട്ടങ്ങനെ. അവളാണ് കന്യക. അവളുടെ പരിശുദ്ധിയുടെ കൃപാവരത്തിൻ്റെ ഉച്ചകോടി ദുർഗ്രഹമായിരിക്കുന്നു. അവ ഉയർന്നു വരുന്ന മഹാഗർത്തത്തിൽ ദൈവത്തിൽ അവ അപ്രത്യക്ഷമാകുന്നു.
ഏറ്റവും അഗ്രാഹ്യനും ഏറ്റവും പരിശുദ്ധനും കൃപകളുടെ പൂർണ്ണതയുമായ ദൈവത്തിൽ. ഇതാണ് ഏകവും തൃത്വവുമായ ദൈവത്തിൻ്റെ പ്രതികാരം. അശുദ്ധമാക്കപ്പെട്ട് സൃഷ്ടികൾക്കെതിരെ ഈ നക്ഷത്രത്തെ അവിടുന്ന് പൂർണ്ണതയിലേക്കുയർത്തുന്നു. ആകൃതിയില്ലാത്ത ജിജ്ഞാസക്കെതിരെ വിനീതയായ ലജ്ജാശീലയായ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ മാത്രം തൃപ്തി കണ്ടെത്തുന്ന ഈ കന്യകയെ ഉയർത്തുന്നു. തിന്മയുടെ ശാസ്ത്രത്തിനെതിരെ നിഷ്കളങ്കയായ അതിവിശിഷ്ടമായ ഈ കന്യകയെ ഉയർത്തുന്നു. പരിത്യക്തമായ സ്നേഹമെന്തെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. വിവാഹിതർക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്നേഹമെന്തെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. ദൈവം അവൾക്ക് വലിയ ദാനങ്ങൾ നൽകി, കൂടുതൽ വരങ്ങൾ നൽകി. പാപത്തിൻ്റെ പിന്തുടർച്ചാവകാശമായ ഉത്തേജനങ്ങൾ അവൾക്കില്ലായിരുന്നു. അവളിൽ മഞ്ഞുകട്ട പോലെ കട്ടിയുള്ളതും എന്നാൽ തീക്കട്ട പോലെ ചൂടും ദാവുള്യവും കലർന്നതുമായ ദൈവിക സ്നേഹത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞു നിന്നിരുന്നു. മാംസത്തെ മഞ്ഞുകട്ട കൊണ്ട് ശക്തിപ്പെടുത്തുന്ന ഒരു അഗ്നി, സ്വർഗീയ സിംഹാസനത്തിങ്കൽ സ്ഫടികതുല്യമായ ഒരു ശരീരം. അവിടെ ദൈവം കന്യകയെ വിവാഹം ചെയ്യുന്നു. അതിൽ തന്നെ താഴ്ത്തുന്നില്ല. കാരണം തൻ്റെ പൂർണ്ണത അവളുടെ പൂർണ്ണതയെ ആശ്ലേഷിക്കുന്നു. വധുവായി തീരുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രമേ അവൾ താഴ്ന്നുള്ളൂ. സ്ത്രീ എന്ന നിലയിൽ തനിക്ക് വിധേയയാകുന്നു. എന്നാൽ ദൈവത്തെപ്പോലെ തന്നെ അവൾ പാപരാഹിത്യം ഉള്ളവളായിരിക്കുന്നു.